ഹലോ ഫ്രണ്ട്സ്, ഓഫ് ഇറ്റ് വ്ളോഗറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. വീഡിയോ കാണുന്നതിന് മുമ്പ് പ്രിയമുള്ളവരെ, നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണേ. അതുപോലെ തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിലൊന്ന് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. താങ്ക് യു. ജയൻ്റെ നായികയായും ഞാനാണ്, സംവിധായികയായും ഞാനാണ്. 42 വർഷം മുൻപ് നവംബർ 16 രണ്ടും ഒരുപോലെ പൊലിഞ്ഞു. അതിനുശേഷം മലയാളത്തിൽ ഞാൻ സിനിമ സംവിധാനം ചെയ്തിട്ടില്ല. ഒരുപക്ഷെ എല്ലാം വിധിയായിരിക്കാം. ജയനെക്കുറിച്ച് ഇതുവരെ പറയാത്ത രഹസ്യങ്ങൾ പങ്കുവച്ച് മലയാളത്തിൻ്റെ പ്രിയ നടി ഷീല. 48 വർഷം മുൻപ് ശാപമോക്ഷം സിനിമയുടെ ലൊക്കേഷനിൽ വെച്ചാണ് ജയനെ ആദ്യമായി കാണുന്നത്. ആ സിനിമയിൽ KP ഉമ്മർ നായകനും ഞാൻ നായികയുമാണ്. ഞങ്ങളുടെ വിവാഹ സീനിൽ ഗാനമാലപിക്കുന്ന വേഷമാണ് ജയൻ ആദ്യമായി അഭിനയിക്കുന്നത്. അന്ന് ജയൻ പ്രശസ്തിയിലേക്ക് ഉയർന്നിട്ടില്ല. ആദ്യമായി എന്നെ കണ്ടപ്പോൾ ജയൻ എൻ്റെ കാല് തൊട്ട് വന്ദിച്ചു. അതെന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തി. എല്ലാവരോടും വളരെ വിനയത്തോടെയുള്ള പെരുമാറ്റം. ഓരോ ഷോട്ട് കഴിയുമ്പോഴും എങ്ങനെയുണ്ട് ഷീലാമ്മേ എന്ന് ചോദിക്കും. വളരെ നന്നായിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ആ മുഖം സന്തോഷം കൊണ്ട് വിടരും. ഷീലാമ്മയോട് മാത്രമേ ചോദിക്കൂ എന്ന് ഉമർ തമാശയായി ചോദിച്ചു. അല്ല, സാറും പറയണം, ചിരിച്ചുകൊണ്ട് ജയൻ മറുപടി പറഞ്ഞു. പിന്നീട് കുറേ സിനിമകളിൽ വില്ലൻ വേഷം, എൻ്റെ പിന്നാലെ ഓടി വരുന്നതും നായകന്മാരെ മാനഭംഗപ്പെടുത്താൻ ശ്രമിക്കുന്നതുമായ വേഷങ്ങളായിരുന്നു അതിൽ അധികവും. ഒരു ദിവസം കൊണ്ട് നായകനായതല്ല ജയൻ. സിനിമയിലേക്ക് എത്താൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ജയൻ പറയുമായിരുന്നു. അപ്പോൾ കഠിനാധ്വാനം ചെയ്യണ്ടേ എന്ന് ജയൻ ചോദിക്കുമായിരുന്നു. അപ്പോൾ എനിക്ക് ജയനോട് വലിയ ബഹുമാനം തോന്നി. പിന്നീടൊരിക്കൽ വിവാഹത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ സിനിമയിൽ ഒന്ന് പച്ചപിടിക്കട്ടെ എന്നായിരുന്നു മറുപടി. വീട്ടിൽ പോകുമ്പോൾ അമ്മയും ഇതേ കാര്യം ചോദിക്കും. സിനിമയിൽ ഷീലാമ്മ മാത്രമാണ് വിവാഹത്തെക്കുറിച്ച് ചോദിക്കുന്നത് എന്ന് ജയൻ ഒരു പുഞ്ചിരിയോടുകൂടി മറുപടി പറഞ്ഞു. നല്ല മനസ്സിൻ്റെ ഉടമയാണ് ജയൻ എന്ന് വീണ്ടും തോന്നിയ നിമിഷം. ആ സമയത്താണ് ശരപഞ്ചരം സിനിമയിൽ അഭിനയിക്കുന്നത്. ജയൻ്റെ അഭിനയ ജീവിതത്തിലെ ഏറ്റവും നല്ല സിനിമകളിൽ ഒന്നാണ് ശരപഞ്ചരം. ജയൻ ആദ്യമായി ക്യാരക്ടർ വേഷം ചെയ്യുന്നത് ഞാൻ സംവിധാനം ചെയ്ത ശിഖരങ്ങൾ എന്ന സിനിമയിലാണ്. ആക്ഷൻ രംഗങ്ങളില്ലാത്ത ജയൻ സിനിമ. ജയൻ എന്ന താരത്തെ മുന്നിൽ കണ്ടുകൊണ്ടാണ് കഥകൾ പിറവിയെടുത്തത്. അതുകൊണ്ട് തന്നെ ജയൻ സംവിധായകരുടെ നടനാണ്. ഇതിനിടയിൽ വിവാഹത്തെക്കുറിച്ച് വീണ്ടും ചോദിച്ചു. വിവാഹം കഴിച്ചു ഭാര്യയും കൂട്ടി വീട്ടിൽ വരണം എന്ന് ഞാൻ പറഞ്ഞപ്പോൾ ഷീലാമ്മ എന്നെ കെട്ടുമോ എന്ന് ജയൻ ചോദിച്ചു. ഒരുപക്ഷെ തമാശയായിട്ടായിരിക്കാമെങ്കിലും ആ ചോദ്യം കേട്ട് ഒരു നിമിഷം ഞാൻ ഞെട്ടിപ്പോയി. എന്താണ് സംസാരിക്കുന്നതെന്ന് അറിയാമോ എന്ന് ഞാൻ ആരാഞ്ഞപ്പോൾ ജയൻ ഇങ്ങനെ മറുപടി പറഞ്ഞു. ഷീലാമ്മയെപ്പോലെ ഒരു പെണ്ണിനെ ഞാൻ കല്യാണം കഴിക്കൂ. എൻ്റെ സങ്കല്പത്തിലെ പെണ്ണ് ഇതുപോലെയാണ്. ഷീലാമ്മയെപ്പോലെ എല്ലാം തികഞ്ഞ പെണ്ണ്. ജയൻ പറഞ്ഞത് ഞാനിപ്പോഴും ഓർക്കുന്നു. ശരപഞ്ചരം ഉൾപ്പെടെ ജയൻ സിനിമകളുടെ വിജയകാലത്തിന് പ്രേക്ഷകരെ പോലെ ഞാനും സാക്ഷിയായി. ജയൻ സിനിമകളുടെ ചരിത്ര വിജയം അഭിമാനത്തോടെ ഞാൻ നോക്കിക്കണ്ടു. ജയൻ എന്ന നടൻ്റെ ആരംഭവും വിജയയാത്രയും അടുത്തുനിന്ന് കാണാൻ സാധിച്ച അപൂർവം ചില ചലച്ചിത്ര പ്രവർത്തകരിൽ ഒരാളാണ് ഞാൻ. ജയൻ നായകനായും ഞാൻ നായികയായും ഞാൻ സംവിധാനം നിർവഹിക്കുന്ന ഒരു സിനിമ ചെയ്യാൻ തീരുമാനിക്കുകയും അതിനായി ഒരു നിർമ്മാതാവിനെയും തേടിപ്പോയിട്ടില്ല. ഞാനും ജയനും 3 നിർമ്മാതാക്കളും ചേർന്ന് 5 ഫിംഗേഴ്സ് എന്നൊരു കമ്പനി രൂപീകരിച്ചു. മദ്രാസിൽ എൻ്റെ വീട്ടിലായിരുന്നു സിനിമാ ചർച്ചകൾ നടന്നിരുന്നത്. ഞാൻ എഴുതിയ കഥ എല്ലാവർക്കും ഇഷ്ടമായി. 5 പേരും ചേർന്ന് ഒരു നിശ്ചിത തുക ബാങ്കിൽ നിക്ഷേപിച്ചു. 5 ഫിംഗേഴ്സ് ഞങ്ങളുടെ സ്വപ്നമായിരുന്നു. ചിത്രീകരണം നടക്കാനിരിക്കെയായിരുന്നു ജയൻ്റെ അന്ത്യം. 5 ഫിംഗേഴ്സ് എന്ന ടൈറ്റിൽ കാർഡ് സ്ക്രീനിൽ തെളിഞ്ഞില്ല. ക്യാമറയ്ക്ക് പിന്നിൽ വരാൻ പിന്നെ എനിക്ക് കഴിഞ്ഞില്ല. നിർമ്മാണ ചിലവിന് നൽകിയ പണം ജയൻ്റെ അമ്മയെ ഏൽപ്പിച്ചു. വിവാഹം കഴിക്കാൻ എന്നെപ്പോലെ ഒരു സ്ത്രീയെ കണ്ടെത്താൻ ജയന് കഴിയാതെ പോയിട്ടുണ്ടാവാം. ആരുമായോ അടുപ്പത്തിലായിരുന്നുവെന്ന് പിന്നീട് ചിലർ എഴുതി കണ്ടു. 1980 നവംബർ 16 കോളിളക്കം എന്ന സിനിമയുടെ ക്ലൈമാക്സ് രംഗം ചിത്രീകരിക്കുന്നതിനിടെ ചെന്നൈയിലെ ഷോളവാരത്തെ എയർ സ്ട്രിപ്പിൽ വെച്ച് ജയനും ബാലൻ കെ നായരും തമ്മിൽ നടക്കുന്ന സ്റ്റണ്ടിനിടയിൽ ഹെലികോപ്റ്റർ തകർന്നു വീണാണ് ജയൻ അപകടത്തിൽപ്പെടുന്നത്. അങ്ങനെ
ജയൻ എന്ന ഇതിഹാസ താരം മലയാളക്കരയെ ഒന്നടങ്കം കണ്ണീരിലാഴ്ത്തി മരണത്തിനു കീഴടങ്ങി. മദ്രാസിൽ നിന്ന് കേരളത്തിലേക്ക് ജയൻ്റെ മൃതദേഹത്തെ ഞാൻ അനുഗമിച്ചിരുന്നു. എന്നാൽ സത്യൻ സാറിൻ്റെയും നസീർ സാറിൻ്റെയും സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞിരുന്നില്ല. നല്ല സഹോദരനായിരുന്നു ജയൻ, നല്ല മനുഷ്യൻ. എത്ര വർഷം കഴിഞ്ഞാലും ജയന് പകരക്കാരനില്ല. ഷീലാമ്മ എന്ന് എല്ലാവരും വിളിക്കുന്നു. ജയൻ വിളിക്കുമ്പോൾ ആ വിളിയിൽ സത്യവും സ്നേഹവും ആത്മാർത്ഥതയും ഞാൻ അനുഭവിച്ചിരുന്നു.